അപ്പം നമുക്ക് നല്ല മൊരിഞ്ഞ പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് 1.5 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് 2 മണിക്കൂറിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഒരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിന് ശേഷം ഉപ്പൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരഞ്ഞാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനി വേറെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, വലുതാണെന്നുണ്ടെങ്കിൽ 2-3 മതി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എടുക്കണം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി സവാള അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടെയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ശരിക്കും കൈവച്ചൊന്ന് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പാക്കുക. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് കയ്യിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ. കയ്യിൽ വെള്ളം പുരട്ടിയിട്ട് വേണം പരത്താനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടു പോരില്ല. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾക്ക് നേരത്തെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു, ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കുക. അകംഭാഗം എല്ലാം നല്ല സോഫ്റ്റായും പുറം ഭാഗം നല്ലപോലെ മൊരിഞ്ഞും കിട്ടുന്ന സമയം വരേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.